ഹായ്, എൻ്റെ പേര് അഭിനവ്. നമ്മൾ 8ാം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്ററിലെ വിലയിരുത്താം പാർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം, സമയം കളയണ്ട. ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അപ്പോൾ 3 സെറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റിൻ്റെ അകത്ത് വരുന്നത് കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഈ 4നെയും ആദ്യം ഒന്ന് നോക്കുക. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഇവിടെ കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും മോളായാലും ഇതൊക്കെ SI യൂണിറ്റുകളല്ലേ. അപ്പോൾ ഇവിടെ SI യൂണിറ്റ് അല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കിലോമീറ്ററാണ്. ബാക്കിയുള്ളവരുടെ പൊതുസവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്കെ എന്താണ്, SI യൂണിറ്റുകളാണ്. രണ്ടാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. ഇവിടെ സമയവും മാസും വൈദ്യുത പ്രവാഹ തീവ്രതയൊക്കെ അടിസ്ഥാന അളവുകളാണ്. പക്ഷേ പരപ്പളവ് അങ്ങനെയല്ല. പരപ്പളവ് അടിസ്ഥാന അളവല്ല, അതൊരു വ്യുൽപ്പന്ന അളവല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് പരപ്പളവായിരിക്കും. അതിൻ്റെ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവയൊക്കെ അടിസ്ഥാന അളവുകളാണ് എന്ന് വേണം പറയാൻ. മൂന്നാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. മീറ്ററും കിലോഗ്രാമും സെക്കൻഡും ഈ 3 പേരും ഇത് 3ഉം SI യൂണിറ്റാണ്. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് താപനിലേൻ്റെ യൂണിറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. അത് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേ. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത ചോദ്യം, നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നു, പട്ടിക പൂർത്തിയാക്കുക. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. 1 കിലോമീറ്റർ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്ററാണ്? അത് 1000 മീറ്ററാണ്. 1000 മീറ്റർ. ഇനി 1 മില്ലിമീറ്റർ, രണ്ടാമത്തെ ബോക്സിൽ മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ, 1 മില്ലിമീറ്റർ അല്ല, 1 മീറ്റർ അല്ലേ. 1 മീറ്റർ, 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മീറ്റർ. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റി അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്. കാരണം അതിനാ മീറ്ററെ നമ്മൾ ആദ്യം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയേക്ക്. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. 100 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ. നമുക്കറിയുന്ന കാര്യം 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണെങ്കിൽ 100 സെൻറ്റിമീറ്റർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, അത് 1000 മില്ലിമീറ്റർ ആയിരിക്കും. 1000 മില്ലിമീറ്റർ. ഇനി അടുത്ത മൂന്നാമത്തെ ബോക്സ് ആക്കുകയാണെങ്കിൽ ഡാഷ് സമം ഡാഷ് സെൻറ്റിമീറ്റർ സമം 1 മീറ്റർ. അതൊന്ന് തിരിച്ചു വായിച്ച് നോക്കിയാൽ മതി. 1 സെൻറ്റിമീറ്റർ സമം എത്ര 1 മീറ്റർ സമം എത്ര സെൻറ്റിമീറ്റർ. 1 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യം. 1 മീറ്റർ നമുക്കറിയാം, അത് 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഈ 4 പേരെയും മാറ്റി എഴുതണം, SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതണം. നോക്കാം. ഒന്നാമത്തെ അളവ് കൊടുത്തിട്ടുള്ളത് A ആയിട്ട് കൊടുത്തിട്ടുള്ളത് 2000 ഗ്രാം എന്നാണ്. അപ്പോൾ 2000 ഗ്രാം. ഗ്രാം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ് അല്ലേ. അതിൻ്റെ SI യൂണിറ്റ് ഏതാ? അത് കിലോഗ്രാമാണ്. കിലോഗ്രാമാണ് SI യൂണിറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 2000 ഗ്രാം എത്ര കിലോഗ്രാം ആണ് എന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കറിയേണ്ടത്. കിലോഗ്രാമാണ് SI യൂണിറ്റ്. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, 1000 ഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുക. 1000 ഗ്രാം 1 കിലോഗ്രാം ആണെങ്കിൽ 2000 ഗ്രാം എന്ന് പറയുന്നത് അത് 2 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോഗ്രാം എന്നെഴുതാം. 2 കിലോഗ്രാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ 1H എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ അവറാണ് ഉദ്ദേശിക്കുന്നത്. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂർ എത്ര സെക്കൻഡാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതെന്താ സെക്കൻഡിലേക്ക് പോയ? സെക്കൻഡാണ്. മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ സമയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ സമയത്തിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഒരു മണിക്കൂറിന് SI യൂണിറ്റായ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അറിയുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇത് രണ്ട് കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ H എന്ന് എഴുതട്ടെ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 മിനിറ്റാണ്. ഇനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ടാക്കിയിട്ട് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 ഗുണിക്കണം 60 3600 സെക്കൻഡാണെന്ന് പറയാം. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. അടുത്തത് 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ദൂരത്തിൻ്റെ അടുത്ത SI യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കുക. ദൂരത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. മീറ്റർ. അപ്പോൾ 1.5 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. നമുക്കറിയുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ. 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1.5 കിലോമീറ്റർ എത്ര മീറ്ററാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ക്രോസ് ആയിട്ടൊന്ന് ഗുണിച്ച് വെച്ചാലും മതി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് 1000നെ 1.5 കൊണ്ട് ഗുണിച്ചാൽ മതി. 1000നെ 1.5 കൊണ്ട് ഗുണിച്ചാൽ ചെയ്യുന്നത് നമുക്കറിയാം. 3 പൂജ്യമുള്ള, അപ്പോൾ 3 പോയിൻറ്റ് മുന്നിലേക്ക് കയറ്റി ഇട്ട് കൊടുക്കാം. 1 5, അപ്പോൾ 1 പോയിൻറ്റ് മുന്നിലേക്കായി. ഇനി 2 0. അപ്പോൾ ഇത്രയും 1500. 1500 എന്താ വരിക? 1500 മീറ്റർ എന്ന് ആൻസർ വരും. അടുത്തയാൾ 200 സെൻറ്റിമീറ്റർ. 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ദൂരത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ 200 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ് എന്നാണ് അറിയേണ്ടത്. നമുക്കറിയുന്ന കാര്യം 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണെന്ന് അറിയാം. നമ്മളോട് ചോദിച്ചത് 200 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ ആയിരിക്കും. 2 മീറ്റർ. ഇനി ലാസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്. മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണക്രമത്തിൽ എഴുതുക. ആരോഹണക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വരുന്ന ക്രമം. അപ്പോൾ ഏറ്റവും ചെറുതിൽ നിന്ന് വേണം ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട്. തന്നിരിക്കുന്നത് കിലോഗ്രാം, മില്ലിഗ്രാം, കിൻഡൽ, ഗ്രാം. അപ്പോൾ തന്നതിൽ ഏറ്റവും ചെറുത് ഗ്രാമാണ് ആദ്യം എഴുതേണ്ടത്. ഗ്രാമിനേക്കാൾ വലുതാണ് അടുത്ത ആരാളുള്ള ഗ്രാമിനേക്കാൾ വലുത്? മില്ലിഗ്രാം ഉണ്ടല്ലോ. മില്ലിഗ്രാമും അവിടെ തന്ന 4 എണ്ണത്തിൽ ഏറ്റവും ചെറുത് മില്ലിഗ്രാമാണ്. ജസ്റ്റ് അത് വായിക്കുമ്പോൾ മിസ്സായി പോയതാണ്. മില്ലിഗ്രാമാണ് ഏറ്റവും ചെറുത്. അപ്പോൾ മില്ലിഗ്രാം ആദ്യം എഴുതണം. മില്ലിഗ്രാമിനേക്കാൾ വലുതാണ് ഗ്രാമിനേക്കാൾ വലുതാണ് കിലോഗ്രാമിനേക്കാൾ വലുതാണ് കിൻഡൽ. റെഡി? ഈ രീതിയിലാണ് ആരോഹണ ക്രമം വരിക. ഇനി അവരോഹണ ക്രമം പറയുന്നത് വെച്ചാൽ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ച് പറഞ്ഞാൽ മതി. പോട്ടെ, ചുമ്മാ പറഞ്ഞത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.